എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് ആലുവയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ തന്നെ പുറപ്പെട്ടു. ഒരു 8 മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് അതിൻ്റെ കാണിക്കാമെന്ന് വിചാരിച്ചു. റൂട്ടും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ഗ്രാമകാഴ്ചകളും ഒക്കെ ഒന്ന് വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എൻ്റെ വീടിനടുത്തുള്ള ചെറിയൊരു വഴിയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഈ റോഡിലൂടെ മുന്നോട്ട് പോയി നേരെ തൊടുപുഴ ടൗണിലെത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് വലതുവശത്തേക്കാണ് പോകുന്നത്. അത് വാഴക്കുളത്തിന് മുമ്പുള്ള ഒരു ചെറിയ കാഴ്ചയാണ് കേട്ടോ. നല്ല റോഡാണെങ്കിലും റോഡിൽ ഒരുപാട് കുഴികളുണ്ട്. ഇപ്പം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ വാഴക്കുളം ടൗണ്, തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലുള്ളതാണ്. അത്യാവശ്യം വലിയ ടൗണാണ്. തൊടുപുഴ ഭാഗത്തുനിന്ന് വരുമ്പോഴുള്ള പാലമാണ് കേട്ടോ. ഇവിടുത്തെ അതിനൊരു തിയേറ്ററൊക്കെ ഉണ്ട്. EVM ലത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലത തിയേറ്റർ. നമ്മൾ മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് ആലുവയ്ക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. പെരുമ്പാവൂർ റൂട്ടിൽ നിന്ന് ആലുവയ്ക്ക് തിരിയുന്ന ജംഗ്ഷനാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ആ സ്കൂട്ടർ വരുന്ന വഴിക്ക് വേണം നമ്മൾ ആലുവയ്ക്ക് പോകാനായിട്ട്. ഈ റൂട്ടിൽ ഈ സ്ഥലത്തിൻ്റെ പേര് മണ്ണൂർ എന്നാണ്. മണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് വേണം നമുക്ക് ആലുവയ്ക്ക് പോകാൻ. ഇവിടെ നിന്ന് 26 കിലോമീറ്റർ ഉണ്ടോ ആലുവയ്ക്ക്. നമ്മൾ ആലുവ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊരു കാഴ്ച കണ്ടതാണ്, ഒരു കനാലും ഒക്കെ. നല്ല മനോഹരമായ വഴിയാണ് കേട്ടോ. സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ തിരക്കില്ലാത്ത വഴിയാണ്. ഈ സ്ഥലമാണ് കേട്ടോ വളയഞ്ചിറങ്ങര എന്ന് പറയുന്നത്. ഇതിപ്പോൾ കടന്നു പോകുന്ന സ്ഥലം. വളയഞ്ചിറങ്ങര ഉണ്ട്. കുറച്ചിങ്ങോട്ട് മുന്നോട്ട് പോകുന്നു വെങ്ങോലാൻ സ്ഥലമുണ്ട്. വെങ്ങോല എത്തിയപ്പോഴും റോഡിൻ്റെ കണ്ടീഷൻ മോശമായിരിക്കും. റോഡ് ആദ്യമൊക്കെ നല്ലതാണ്, പക്ഷേ നല്ല ചാട്ടമാണ് റോഡിൽ. ഇവിടെ ഇൻ്റർലോക്കുമാണ് കൂടുതലും സാധ്യത. നമ്മൾ പോകുന്ന വഴിയുടെ ഏതാണ്ട് കൂടുതൽ ഭാഗത്തും ഒരു കനാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഇല്ല എങ്കിലും ഉണ്ട്. ഇവിടുന്ന് പെരുമ്പാവൂർ 4 കിലോമീറ്റർ, പുത്തൻകുരിശ് 18 കിലോമീറ്റർ, കോഞ്ഞാശ്ശേരി 3 കിലോമീറ്റർ. ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്, വെങ്ങോല ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് ആളുകൾ. ആ ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പം അടുത്തായിട്ട് ചെല്ലാൻ പോകുന്നത്. നമ്മളിതാ കാറൊക്കെ വരുന്ന വഴിയിലോട്ട് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് AM റോഡ് എന്നാണെന്ന് പറയും. കോഞ്ഞാശ്ശേരി ആണ് സ്ഥലം. ഇപ്പോൾ നമ്മൾ കോഞ്ഞാശ്ശേരി ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ആലുവയ്ക്ക്. അപ്പോൾ ഇടയ്ക്ക് ആകാശം കണ്ടോ, നമ്മൾ ഇടയ്ക്ക് മഴയുടെ ചെറിയ ചാൻസൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം വന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടി. വീണ്ടും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട് ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യത. ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും വണ്ടി ഉണ്ട്. അതേ ഇപ്പോൾ പോയത് അടിമാലി രാജാക്കാട് വണ്ടിയാണ്. എറണാകുളത്തിന് വണ്ടിയുണ്ട്, കിഴക്കമ്പലം പോകാം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് വണ്ടിയുണ്ട്. ഇത് റൂട്ടിലുള്ള അടുത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ പേര് ചേമ്പറക്കി എന്നാണ്. അത്യാവശ്യം വലിയൊരു ടൗൺ ആണേ. ഈ സ്ഥലമാണ് കേട്ടോ സൗത്ത് വാഴക്കുളം. ബോർഡ് കാണാം. ഞാൻ എപ്പോഴും പേര് കേട്ടിട്ടുണ്ടെങ്കിലും സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഇപ്പോഴാണ് പിടി കിട്ടിയത് കറക്റ്റ് ഇതാണെന്നുള്ളത്. സൗത്ത് വാഴക്കുളം ടൗണാണ് കേട്ടോ. ഒരു ക്ഷേത്രമൊക്കെ കാണാം.
ശ്രീകൃഷ്ണജയന്തിയുടെ ഭാഗമായിട്ടുള്ള കൊടിതോരണങ്ങളാണ് ഈ അലങ്കരിച്ചിരിക്കുന്നത്. ശാസ്താമംഗലം ക്ഷേത്രം തെക്കേ വാഴക്കുളം എന്നാണ് അതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് അമ്പലത്തിൻ്റെ. കുറച്ച് ദൂരമായിട്ട് കാണാനാണ് രാജഗിരി ഹോസ്പിറ്റൽ. ഒരു എൻട്രൻസ് ഇതേ നമ്മളിതേ പോകുന്നതാണ്. അവിടെ നിന്ന് എൻട്രൻസ് കാണാം. ഒരു ഓട്ടോറിക്ഷപ്പല്ലേ കയറി പോകുന്നുണ്ട്. അതാണ് ആലുവയിലെ രാജഗിരി ഹോസ്പിറ്റൽ. ഇതാണ് എൻട്രൻസ് കേട്ടോ. അകത്തേക്കൊന്നും കയറുന്നില്ല. ഇതിലെ അകത്തേക്കാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഇതിൽ റൂട്ട് ബസ്സൊക്കെ ഉള്ള റൂട്ടാണ്. ഇതാണ്ടോ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ചൂണ്ടി ഇതാണ് അശോകപുരം. ഇവിടുന്ന് നമുക്ക് ആ ബോർഡിൻ്റെ സ്ഥലത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. സ്കൂട്ടർ പോകണ വഴി. അപ്പോൾ എൻ്റെ വണ്ടി ആലുവ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതാ മെട്രോ മുന്നിൽ കാണാം. അപ്പോൾ നമുക്ക് പോകേണ്ട വഴിയാണ് ഇതാ സ്കൂട്ടറൊക്കെ കയറി വരുന്നത്. ഈ കാണുന്ന വഴി അതിൽ ഇറങ്ങിയിട്ട് ഇതാ അണ്ടർപാത വഴി അടിപ്പാത വഴി നമ്മൾ പോകണം. ഇത് നമ്മുടെ ട്രെയിൻ പോകുന്നതുണ്ടോ. നമ്മുടെ മെട്രോ തൊട്ട് മുകളിൽ മെട്രോ ഉണ്ട്, താഴെ നമ്മുടെ അടിപ്പാതയുണ്ട്. അപ്പോൾ ഇത് അടുത്തായിട്ട് വരാൻ പോകുന്ന വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനും മെട്രോയും ഇതേ നമ്മുടെ വാഹനങ്ങളും എല്ലാം ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ഈ പാതയിൽ ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് ട്രെയിനുള്ള ഒരു വഴിയാണെന്ന്. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ഈ ആടിലേക്ക് മെട്രോ സർവീസായിട്ട് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഇടതുവശത്ത് കാണുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സാധാരണ മെട്രോ ഓടുന്ന പാത. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേഷനും ഉണ്ട് കേട്ടോ. ഇത് ബസ് പോകുന്ന ഭാഗത്തിരിക്കുന്ന പാത. ഇവിടുത്തെ ഒരു 50 മീറ്റർ മാറിയൊരു സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ എൻ്റെ വണ്ടി ഇലക്ട്രിക് ബൈക്കാണ്, റിവോൾട്ട് എന്നാണ് പേര്. അതിന് സർവീസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ പഴയ സർവീസല്ല, സെൻറ്റർ അവിടെ നിന്ന് മാറ്റി പുതിയ ആളുകളാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. അപ്പം അവിടെ വണ്ടി എടുക്കാണ്ട് വന്നതാണ്. അപ്പോൾ വണ്ടി എടുത്ത കാര്യമൊക്കെ ബഹു രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതാണ് നമ്മുടെ സർവീസ് സെൻറ്റർ. അബാൻ മോട്ടോഴ്സ് എന്നാണ് സർവീസ് സെൻറ്ററിൻ്റെ പേര്. സ്ഥലം അമ്പാട്ടുകവല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി.